Hello and welcome back to Queen's Nook. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐ ക്രീംസിനെ പറ്റിയാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു ഐ ക്രീമിൻ്റെ പ്രത്യേകിച്ച് ഒരു ആവശ്യമുണ്ടോ, മോയ്സ്ചറൈസർ തന്നെ ഐ ക്രീമായിട്ട് യൂസ് ചെയ്തൂടെ, ഇതൊക്കെ മിക്കവരുടെയും ഡൗട്ട്സ് ആണ്. എൻ്റെയും ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ പണ്ടൊന്നും ഐ ക്രീംസ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 25+ ആകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഐ ക്രീംസ് യൂസ് ചെയ്യണം. കാരണം അവിടെ ഒരു സ്പെഷ്യൽ കെയർ അത്യാവശ്യമാണ്. കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ്സ് അവിടെ ഇടുന്നത് നല്ലതാണ്. പിന്നെ അത് കാരണം ഒരു ഐ ക്രീം അപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ഐ ക്രീം എന്ന് പറഞ്ഞാൽ കുറേ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നല്ലത് ഏതാ ചീത്ത ഏതാണെന്നൊന്നും നമുക്കറിയാം. എല്ലാം ഇപ്പം മേടിച്ച് പരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അത്യാവശ്യം കുറേ എണ്ണം പരീക്ഷിച്ചു എന്നിട്ട് പോലും. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോബി ബ്രൗണിൻ്റെ ഐ ക്രീമാണ്. അതെനിക്കൊരു കോംപ്ലിമെൻ്ററി പാക്കായിട്ട് കിട്ടുന്നതാണ് നൈക്കിന്ന്. ബെസ്റ്റസ്റ്റ് ഐ ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അതിനേക്കാളും നല്ല ഐ ക്രീംസ് കാണും. ഞാൻ ഉപയോഗിച്ചതിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അത് ശരിക്കും എനിക്ക് ഞാനൊരു ഐ ക്രീം യൂസ് ചെയ്തതിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ആ ക്രീം യൂസ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ DIY ഐ ക്രീമാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ മുമ്പ് ഇങ്ങനെ പല പല DIYs കണ്ടിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മി നായർ വ്ളോഗ്സിൽ പുള്ളിക്കാരി ഒരു DIY ചെയ്തു. അപ്പം ഞാൻ അതൊക്കെ ആക്ച്വലി ഞാൻ മുമ്പ് ഇങ്ങനെ കുറേ DIYസിലുള്ള മെയിൻ സാധനങ്ങളാണ്. പക്ഷേ പുള്ളിക്കാരി അതിനകത്ത് കുറച്ച് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചൊരു DIY ഐ ക്രീം ചെയ്തു. അത് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ബോബി ബ്രൗൺ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഐ ക്രീം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മോംസ്കോഡ് ഐ ക്രീം, ഇവരുടെ ഐ ക്രീം നല്ല ഐ ക്രീമാണ് കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഇതുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പെരട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ല സൂപ്പർബ് ആപ്ലിക്കേറ്ററാണ്. ഇതിൻ്റെ ഐ ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഐ ക്രീംസ് ഉണ്ട്. ഇത് ഇൻഡൾജിയോൻ്റെ ആണ്. അതൊന്നും എനിക്ക് അത്ര ഭയങ്കര അടിപൊളി എന്നൊന്നും. ഇത് ആക്ച്വലി ഇൻഡൾജിയോൻ്റെ ഐ ക്രീം. ഇതിൻ്റെ പാക്കിംഗ് വേറെയാണ് കേട്ടോ. അത് അമ്മയ്ക്ക് കൊടുത്തേക്കുവാ ഞാൻ കുറച്ചെടുത്ത് ഒഴിച്ചുകൊണ്ട് വന്നതാണ് ഈ കുപ്പിക്കകത്ത്. പിന്നെ ഇത് കായയുടെ ഐ ക്രീം. പക്ഷെ ഇതൊന്നും എനിക്ക് എന്താ പറയുന്നത് ഭയങ്കര ഒരു ചേഞ്ച് തോന്നിയിട്ടില്ല. മോംസ്കോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ച് ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ അടിയിൽ. പക്ഷേ ഈ DIY ഐ ക്രീം ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഓസം. എൻ്റെ കണ്ണിൻ്റെ അടി ഡ്രൈ ആവുന്നില്ല, കുറച്ചും കൂടി ബെറ്ററായി കണ്ണിൻ്റെ അടി ഭാഗം. നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ DIY ഐ ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ അണ്ടർ ഐ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അറിയാമല്ലോ, ഇങ്ങനെ ഗിങ് പിന്നെ ഇങ്ങനെ മാന്തി പറിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. എന്നാലും ഞാനും ചെയ്യും, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് എനിക്ക് ഇറിറ്റബിൾ കൺജക്റ്റിവൈറ്റിസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ പൊടിയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞ് ചൊറിയാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ അങ്ങനെയൊക്കെ ചൊറിഞ്ഞ് കുറേ കൊളാക്കിയിട്ടുണ്ട്. ഇനി കൊളാക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കഴിയുന്നതും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് കൈയും കൊണ്ട് മുഖത്തൊന്നും തൊടാതിരിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ DIY ഐ ക്രീമിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു കുഞ്ഞൊരു ഡബ്ബ. ഇത് ആക്ച്വലി കണ്ടത് ബോബി ബ്രൗണിൻ്റെ ഐ ക്രീം വന്ന കുഞ്ഞു ഡബ്ബ. ഇതുപോലത്തെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. പിന്നെ വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് അലോവേര ജെൽ. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വിഷ് കെയറിൻ്റെ അലോവേര ജെല്ലാണ്. നല്ല അലോവേര ജെല്ലാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. പതഞ്ജലിയുടെ അലോവേര ജെല്ലുണ്ട്, വോവിൻ്റെ ഉണ്ട്. അതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല അലോവേര ജെല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇതും വിഷ് കെയർ തന്നെ. എനിക്കൊന്നും ഇതിനെല്ലാം ഞാൻ ഒരുമിച്ച് അല്ല, പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു. ആമസോണിൽ നിന്ന് നൈക്കിയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചു തന്നു. അത് പർപ്പിളോ. പിന്നെ വേണ്ടത് കുറച്ച് ഗ്ലിസറിൻ. പിന്നെ വേണ്ടത് ഇത് ആക്ച്വലി ഞാൻ ആഡ് ചെയ്യുന്ന സാധനമല്ലായിരുന്നു. ഞാൻ മുമ്പൊക്കെ ചെയ്യുമ്പം ഇത്ര സാധനങ്ങൾ മാത്രം വെച്ചാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ റോസ് ഹിപ്സീഡ് ഓയിൽ അത് ഞാൻ ലക്ഷ്മി നായർ വ്ളോഗ്സ് കണ്ടിട്ട് പുള്ളിക്കാരി ആഡ് ചെയ്യുന്ന കണ്ടിട്ട് എടുത്തത്. എൻ്റെ പിന്നെ പുള്ളിക്കാരി അതിൽ ലിക്കറസ് ഓയിലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ വേണ്ടത് അത്യാവശ്യം വേണ്ടത് ഇതാണ് താരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതൊക്കെ ലോക്കലായിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മേടിക്കാൻ കിട്ടും, ഒരു പ്രശ്നവുമില്ല. ഈസിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇപ്പം ഈ സാധനം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കണ്ടോ. എന്നിട്ട് അതിനകത്തൊട്ട് ഇതൊരു 2 പമ്പ് പറയാനാണെങ്കിൽ ഒരു ടീസ്പൂൺ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കേട്ടോ. 1 ടീസ്പൂൺ അതിട്ടു. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ കേട്ടോ, അതൊരു 1 2 3 4 5 മതി, 5 ഡ്രോപ്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഗ്ലിസറിൻ അതൊരു 2 3 തുള്ളി ഇടാം. എന്നുവെച്ചാൽ ഇത് ബ്ലം എന്ന് പറഞ്ഞാൽ വലിയ തുള്ളിയായിട്ടല്ലേ വീഴുക, അതുകൊണ്ടാണ്.
അത് ഇച്ചിരി കൂടുതൽ വീണു. പോട്ടെ, ഗ്ലിസറിൻ അല്ലേ. ഗ്ലിസറിൻ നല്ലതാണ് കേട്ടോ, പഫിനെസ് മാറ്റാനും ഒക്കെ ഭയങ്കര നല്ലത്. ഇരുട്ടി കേട്ടോ, ഇത് ഞാൻ മിക്കവാറും ബ്രൈറ്റ്നെസ് കൂട്ടേണ്ടി വരും ഈ വീഡിയോയ്ക്ക്. അടുത്തത് റോസ് ഹിപ്പ് സീഡ്. ഇതിപ്പോഴത്തെ ഒരു താരമാണ് കേട്ടോ, വെറുതെ ഫേസിലിടാനും ബെസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന നൈക്കയുടെ റോസ് ഹിപ്പ് സീഡാണ്. ഇത് കോൾഡ് പ്രസ്ഡ് ആണ്. പല കമ്പനീസിനുണ്ട്, ഏതെങ്കിലും മേടിച്ചാൽ മതി കേട്ടോ. ഇത് ഉഗ്ര സാധനമാണ് കേട്ടോ, ഫേസിലിട്ടാലും നല്ല ഗ്ലോ കിട്ടും. ഓക്കെ, അത് ഒരു 2-3 തുള്ളി. ഞാൻ 5 തുള്ളി ഇടുന്നുണ്ട്, അത് അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഇരുട്ടുന്നു വൈറ്റമിൻ ഇ കാപ്സ്യൂൾ, അത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിടുന്നുണ്ടേ. ഇത് കണ്ട, ഇതൊരു ക്രീമി ടെക്സ്ചർ ആവും. കണ്ട കണ്ട, അത്രേ ഉള്ളൂ. അയ്യോ, എൻ്റെ അടപ്പ് ഞാൻ എവിടെയോ കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നതാണ്, ഇതിൻ്റെ പുറത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ല ഇത് പ്രത്യേകതയില്ല, ഇത് അപ്ലൈ ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. രാത്രിയിൽ നമ്മൾ കിടക്കാം, രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യായിരിക്കും. ഞാൻ ഇനി ഒരു ഐഡിയയും കൂടെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ട്, മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് കുറച്ച് ഇതിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിലും മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ആലോചിക്കും, ഇനിയിപ്പം മേക്കപ്പ് ഇടുന്ന ഞാൻ കുറേ പേരെ ശ്രദ്ധിച്ചു, മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ചില ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അവർ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഇനി മുതൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പം നമ്മൾ രാത്രിയിൽ കിടന്ന് നമ്മുടെ ബാക്കി നൈറ്റ് കെയർ റുട്ടീൻ ഇല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യണം. അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെ നൈറ്റ് ക്രീം അല്ല അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇത് റെഗുലർ ആയിട്ട് ചെയ്താണല്ലോ ഉറപ്പായിട്ടും നമുക്ക് കണ്ണിന് അണ്ടർ ഐ ഏരിയയിലും മിറാക്കിൾ പോലെ എന്തോ സംഭവിക്കുന്നില്ല, പക്ഷേ ഭയങ്കര ഡിഫറൻസ് വരും, ഉറപ്പ് 100% ഉറപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ സ്പെഷ്യൽ ഐ ക്രീം, അണ്ടർ ഐ ക്രീം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ വേണ്ടേ, എല്ലാവർക്കും അറിയാലോ, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം ക്വീൻസ് ന്യൂക്ക്. വീണ്ടും കാണാം.